MDMA ലഹരി സംഘങ്ങളുമായുള്ള ബന്ധത്തിൽ സസ്പെൻഷനുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അബിൻ വർക്കിയുടെ പ്രചാരണ പരിപാടികളിൽ റാന്നി സ്റ്റേഷനിലെ CPO ആയിരുന്ന മുബാറക്കാണ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തത്. മുൻപ് നാർക്കോട്ടിക് സെൽ DYSP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുബാറക്കിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ശ്രീരാജ് ബാബുണ്ട്. ശ്രീരാജ്, ലഹരി സംഘങ്ങളുമായി ബന്ധത്തെ തുടർന്ന് സസ്പെൻഷനിലായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ പരിപാടികളിൽ പങ്കെടുക്കാൻ മാത്രമുള്ള ഒരു ബന്ധമുള്ള ആളാണോ ഈ അബിൻ വർക്കിക്ക് ഈ പോലീസുകാരനുമായിട്ടുള്ളത്? എന്താണ് ലഭിക്കുന്ന വിവരം നമുക്ക്? ചൊവ്വാഴ്ച നടന്ന അബിൻ വർക്കിയുടെ പ്രചരണ പരിപാടികളിലാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലുള്ള ആളാണ് ഇയാൾ പങ്കെടുത്തത്. ഇയാൾ സസ്പെൻഷനിലായ കാരണം ഇത്തരത്തിൽ MDMA ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് നാർക്കോട്ടിക് DYSP കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്നു ഇത്തരത്തിൽ നടപടിയെടുത്തത്. റാന്നി പോലീസ് സ്റ്റേഷനിലെ CPO ആയിരുന്നു മുബാറക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ദിവസം പത്തനംതിട്ടയിൽ വെച്ച് നടന്ന പരിപാടിയിൽ അബിൻ വർക്കിയുമായുള്ള പ്രചരണ പരിപാടികളിൽ ഇയാൾ പങ്കെടുക്കുകയായിരുന്നു. ആ ചിത്രങ്ങൾ UDF പ്രവർത്തകർ തന്നെ ടീം UDF എന്ന തലക്കെട്ടോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരാൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നു. മറ്റൊന്ന്, ലഹരി ഇടപാടുകാരുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇയാൾ സസ്പെൻഷനിലായത്. അങ്ങനെ ഒരാളാണ് ടീം UDF എന്ന പേരിൽ അബിൻ വർക്കിയുടെ പ്രചരണ പരിപാടികൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതിൽ ഏകദേശം ഒരു 50ഓളം ആളുകൾ 10-30ഓളം ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് ടീം UDF എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ UDF പ്രവർത്തകർ തന്നെ, പത്തനംതിട്ടയിലെ UDF പ്രവർത്തകർ തന്നെ പങ്കുവച്ചിട്ടുള്ളത്. അതിലാണ് ഈ മുബാറക്ക് എന്ന ഈ സസ്പെൻഷനിലുള്ള ലഹരി ഇടപാട് കേസിൽ ലഹരി ഇടപാടുകാരുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിൽ സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെട്ടിട്ടുള്ളത്. അരുണ്യ, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥൻ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നു. മറ്റൊന്ന്, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രചാരണ പരിപാടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തെന്നുള്ള കാര്യം ശ്രീരാജ് ബാബുവാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.